ഹലോ ഗായ്സ്, വെൽക്കം ടു തല്ലുകൊള്ളി. നമ്മുടെ ശബരിമല പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ പമ്പയിൽ മല കയറാൻ നമ്മൾ കയ്യും കാലും ശുദ്ധീകരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മല കയറുക. അപ്പോൾ പമ്പയിൽ നല്ല തിരക്കാണ്. അവിടെ ബലിതർപ്പണമൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ബലി തർപ്പിക്കുന്നുണ്ട് അവരുടെ പിതൃക്കന്മാർക്ക് വേണ്ടി. നമ്മളപ്പോൾ ഇതാണ് പമ്പയിലത്തെ അവസ്ഥ. അവിടെ ആൾക്കാരൊക്കെ കെട്ട് നിറയ്ക്കൽ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ശബരിമലയുടെ. നമ്മൾ എന്നിട്ട് അമ്പലത്തിൽ പമ്പയുടെ അവിടെ എത്തും. അവിടെ ഗണപതിയാണ് ഫസ്റ്റ്. ഭക്തന്മാർക്ക് വിശ്രമിക്കാൻ അവിടെ സ്ഥലങ്ങളുണ്ട്. ഹലോ ഗായ്സ്, ഫസ്റ്റ് മല കടന്നു. അപ്പോൾ ഇതാണ് അവസ്ഥ. വയർത്ത് കുളിച്ച് ഇനിയുണ്ട് 2 മല. അത് കഴിഞ്ഞിട്ടാണ് കാണണ്ടേ. നമുക്ക് കാണാം. ഏതാ മല? ഇത് നീലിമല. അപ്പോൾ നമുക്ക് നടക്കാം. ഹലോ ഗായ്സ്, നമ്മൾ ഫസ്റ്റ് എടുക്കുക നീലിമല കയറി. ഇച്ചിരി വയ്യാത്ത കാരണം നമ്മൾ ഫസ്റ്റ് എടുത്തിട്ട് മെല്ലെ മെല്ലെയാണ് പോണേ. ഇച്ചിരി വയ്യ, കാലുവേന. ഇരുന്നോട്ടെ. കാത്തിരിക്കാണ് നമ്മുടെ കാഴ്ചനെ. അവർ പതുക്കെ വരില്ല. അവര് കണ്ടിരുന്നു അവരെ കാണുന്നു. ഇവിടെ ഇരുന്ന പറ്റിയിരുന്നു. 4 ദിവസം എടുക്കാൻ വന്നു. പച്ചയായിരുന്നു. നമ്മളെ ഫസ്റ്റത്തെ ഡ്രിങ്ക് 4 ദിവസം കുടിക്കാം. ഈ ഫിസിയോതെറാപ്പിയിൽ എനിക്കാണ്. നമുക്ക് സ്വാമി ഭക്തന്മാർക്ക് കൈയിനോ കാലിനോ വല്ല ഉളുക്കൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ ഫ്രീ ഫിസിയോതെറാപ്പി ലഭ്യമാണ്. അപ്പം നമ്മൾ ശരം കുത്തിയിലെത്തിക്കാണ്. ഇവിടെയാണ് കന്യാസ്വാമികൾ ശരം കുത്തേണ്ടത്. ആദ്യമായി വരുന്ന എല്ലാ സ്വാമിമാരും ഇവിടെ കുത്തി പോകണം. അങ്ങനെ നമ്മൾ അവിടുത്തെ മെയിൻ സ്ഥലമായ നടപ്പുരയിലെത്തി. ഇവിടെയാണ് സാധാരണ ക്യൂ ഒക്കെ നിൽക്കുക. ആ ഫാൻ കണ്ട, നല്ല ഫാനാണ്. സ്വാമി ശരണം, ദേവി ശരണം. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ നല്ല സന്തോഷത്തിലാണ്. നമ്മളിപ്പോൾ നടപ്പുരയിൽ നടക്കുകയാണ്. ഇനി നമുക്ക് 18 പടി കയറണം. സ്വാമി ശരണം. ഇതാണ് 18 പടി. 18 പടി കയറുന്നതിന് മുമ്പ് നമ്മൾ ഒരു നാളേരം അടയ്ക്കണം. കയറുമ്പോൾ 18 പടിയിൽ ഞങ്ങൾ കയറിയപ്പോൾ നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, സാധാ തിരക്ക്. ഇതാണ് മുകളിലത്തെ വ്യൂ 18 പടിയുടെ. ഉള്ളിൽ ചെന്നപ്പോൾ അവിടെ തിരക്കുണ്ടാവും. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ അങ്ങോട്ട് പോയി. ഇവിടെയാണ് നെയ്യഭിഷേകം ചെയ്യണത്. അപ്പോൾ അടുത്തായി ഞാൻ ഒരു കപ്പലണ്ടി മിഠായി വാങ്ങിക്കാൻ കയറി. 10 രൂപയായിരുന്നു കപ്പലണ്ടി മിഠായി. നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അടുത്തതായി അവിടെ ആ ചേട്ടൻ കോളിഫ്ലവർ ഉണ്ടാക്കായിരുന്നു. അങ്ങോട്ട് പോയായിരുന്നു. ആളിപ്പോൾ എല്ലാ പണി തിരക്കാണ്. പിന്നെ നെക്സ്റ്റ് പരിപാടി കെട്ടേക്കണം. നമുക്ക് കെട്ട് കഴിച്ച് കാണി പിന്നെ അതിലെ മലരി അങ്ങനെ നെക്സ്റ്റ് പരിപാടി. നമ്മളപ്പോൾ കിട്ടേക്കുന്നത് നമുക്ക് കിടക്കാം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ഉണ്ണിയായിട്ട് ഞങ്ങൾ കമ്പനിയായി. ഉണ്ണി എനിക്ക് ബിസ്ക്കറ്റൊക്കെ തന്നു. ഹോട്ടൽ അന്നപൂർണ്ണ. നമുക്കിപ്പോൾ ഫുഡ് അടിക്കുമ്പോൾ അടുത്തതായി ലഞ്ചായിരുന്നു. ഞാനും ചേട്ടനും എൻ്റെ ചേട്ടൻ്റെ ഫ്രൈഡ് റൈസും കോളിഫ്ലവറായിരുന്നു വാങ്ങിച്ച്. നല്ല റേറ്റ് ആയിരുന്നു. അവിടെ തന്നെ 750 ഞങ്ങളുടെ വീടിൻ്റെ ആധാരം വെക്കണ പോലെ അവസ്ഥയായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരവണ, നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് അരവണ തിന്നാൻ വേണ്ടി മാത്രമാണെന്ന് പറയണവരുണ്ട് ചിലർ. അവിടുത്തെ സ്റ്റോക്കാണിത്. ഒരു റൂം ഫുള്ള് അരവണ. നെക്സ്റ്റ് ഞാനൊരു കടയിൽ ചെന്നപ്പോഴാണ് ഒരു വ്യത്യസ്തമായി കണ്ട ഓരോ ഇതിനും എക്സ്പയറി ഡേറ്റ് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ജ്യൂസ് കുടിക്കാൻ പോയി. അതാണ് നമ്മൾ സമയം 4 മണി.
അപ്പോൾ നമുക്ക് നമ്മുടെ നെയ്യഭിഷേകത്തിനുള്ളത് പൂജിക്കാൻ ചേട്ടനും എൻ്റെ വേറെ ചേട്ടനും പോയിട്ടുണ്ട്. അപ്പോൾ അവർ പോയി വരുമ്പോഴേക്കും നമ്മൾ വേറെ പരിപാടികൾ ചെയ്യണം. അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് നെയ്യഭിഷേകം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നേരെ നടന്നു കൊടുക്കും, നേരെ പമ്പയ്ക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പമ്പയിൽ നിന്ന് ഒരു ഒരു കുളി, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് പോവുക. അപ്പോൾ നമുക്ക് ബാക്കി ഇപ്പോൾ ഇതാണ് കാലത്തെ അവസ്ഥ. തിരക്കൊക്കെ കുറവാണ്. നമുക്കിനി കാണിച്ചു തരാം. കാലത്ത് തന്നെ സ്വാമി ഭക്തന്മാർ നെയ്യഭിഷേകത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. കാരണം നെയ്യഭിഷേകം തുടങ്ങുന്നത് 4 മണിക്കാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. പിന്നെ അച്ഛൻ കയ്യിൽ കിട്ടിയ വടി വെച്ചിട്ട് കളിക്കായിരുന്നു. നല്ല തണുപ്പാണ് ഇവിടെ. സന്നിധാനത്ത് എന്ന് പറഞ്ഞാൽ AC ഒന്നും ആവശ്യമില്ല. കാരണം ഇവിടെ -डिग्री പോലെയാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ജാതി കാറ്റ്. ഇവിടെയൊക്കെ തണുത്ത് മരവിക്കും. അപ്പോൾ നമുക്ക് നെയ്യഭിഷേകം കഴിഞ്ഞിട്ട് വേണം മല ഇറങ്ങാൻ. മല ഇറങ്ങുമ്പോൾ നമ്മളൊരു നാളികേരം പൊട്ടിക്കും. നാളികേരം മുടച്ചിട്ട് വേണം ഇറങ്ങേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പമ്പയിലെത്തും. പമ്പയിലെത്തിയിട്ട് കുളിക്കും. കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വണ്ടി വിളിച്ചിട്ട് പോകും. പല്ലൊക്കെ തേച്ച് കുറച്ച് കഴിഞ്ഞിട്ട് മാളികപ്പുറത്ത് അമ്മയുടെ അവിടെ നാവൂറ് ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ഞങ്ങളെല്ലാ കൊല്ലം ചെയ്യാറുള്ളതാണ്. അപ്പോൾ അച്ഛൻ ഞങ്ങളെ ചെയ്യിപ്പിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മല ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അച്ഛനും ചേട്ടനും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മല ഇറങ്ങാം. ഇവിടെയാണ് എല്ലാ നാളികേരമൊക്കെ കത്തിക്കുക. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ വഴിയിൽ കണ്ടു കുറേ കല്ലൊക്കെ വെച്ച്, വീട് പണിക്ക് വേണ്ടി കല്ല് വച്ച് ചെയ്യണവരാണ്. പിന്നെ ഞാൻ ചെരുപ്പ് വാങ്ങിച്ചു. കാരണം കാലൊക്കെ അടിഭാഗം പൊളിഞ്ഞ കാരണം ചെരുപ്പ് വാങ്ങിച്ചു. ഇനി നമ്മൾ നടക്കാണ്. ഒരു 10-20 വളയണം. നമ്മളെല്ലാകെ ഒരു തോൾസഞ്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ കുറവാണ്. പിന്നെ ഭക്തന്മാർക്ക് വയ്യാത്തവർക്കും പിന്നെ കാലിന് വയ്യാത്തവർക്കൊക്കെ ടോളി എന്നാണ് ഇതിന് പറയുക. 4 പേര് കൂടിയിട്ട് ഒരാളിനെ പൊക്കിക്കൊണ്ട് പോകും. അതിൽ വയസ്സൊന്നുമില്ല, ആരൊക്കെ വേണമെങ്കിലും കയറാം. കൂടുതൽ തമിഴന്മാരും തെലുങ്കുമാരൊക്കെയാണ് കൂടുതൽ ടോളി പ്രിഫർ ചെയ്യുക. അങ്ങനെ നമ്മുടെ അടിയിൽ പമ്പയിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണം കൊണ്ട് നമ്മൾ കരിക്കൊക്കെ ഉണ്ട് 2 സൈഡിലും. അവിടുത്തെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ കരിക്കാണ്. അപ്പോൾ ഭക്തന്മാർക്ക് ദാഹം മാറ്റാനും എനർജി കിട്ടാനും കരിക്കാണ്. അവിടെ 40 രൂപയാണ്. ഒടുക്കത്തെ സ്പീഡാണ്. 1 ലക്ഷം 2 ലക്ഷം വരെ ദിവസം കരിക്ക് വെട്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു 3 എണ്ണം, അച്ഛന് എനിക്ക് ചേട്ടന്. അപ്പോൾ നമ്മൾ ആസ്വദിച്ച് കഴിക്കുകയാണ്. കഴിക്കല്ല, കുടിക്കുകയാണ്. കഴിക്കണത് അതിൻ്റെ ഉള്ളിലത്തെ സാധനം. അപ്പോൾ നമ്മൾ പമ്പയിലെത്തി. ഇനി നമുക്ക് കുളിക്കണം, ഫ്രഷ് അപ്പ് ആവണം. കുളിച്ചിട്ട് ഇനി കാണിച്ചു തരാം അതെങ്ങനെയുണ്ട്. നമ്മുടെ ഒരു ശബരിമല വ്ളോഗിൽ എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ് ടോയ്ലറ്റ്. ഇതാണ് അവിടുത്തെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ. അവിടുത്തെ ആൾക്കാർ എപ്പോഴും ക്ലീനൊക്കെ ആക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ വീടിൻ്റെ അത്രയൊന്നും ഒരിക്കലും ആവില്ലല്ലോ. അപ്പോൾ ടോയ്ലറ്റൊക്കെ ക്ലീനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചു. അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ചുള്ളനൊക്കെ ആയി നമ്മൾ ഡ്രസ്സൊക്കെ മാറി. ഇനി നമുക്ക് പമ്പയിൽ നിന്ന് നടന്നാണ് പോകേണ്ടത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. എന്തായാലും പമ്പയിൽ വന്നതല്ലേ. അപ്പോൾ ബാക്കി കാണാം. അയ്യപ്പൻ പുലിയുടെ മുകളിൽ ഇരിക്കുന്നതാണ് പമ്പയുടെ ഫ്രണ്ടിലത്തെ ദൃശ്യം. അപ്പോൾ നമുക്ക് അടുത്ത വട്ടം കാണാം. അടുത്തതായി നമുക്ക് കാറിലാണ് വന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭക്തജനങ്ങളൊക്കെ ഇവിടുന്ന് ബസ് കയറിയിട്ട് നിലയ്ക്കൽ വരെ പോകണം. അവിടെയാവും അവരുടെയൊക്കെ വന്ന ബസ് പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. തമിഴന്മാരൊക്കെ
കുരങ്ങന്മാർ കയറുന്ന പോലെ അങ്ങോട്ട് ചാടാം ഇങ്ങോട്ട് ചാടാം. ഫുൾ ബസ് തിരക്കായാലും അവർ ചാടിക്കയറി പോവും. അപ്പം മലയാളികൾ അങ്ങനെ ചെയ്യില്ലേ, മലയാളികൾ സീറ്റ് കിട്ടാനേ നോക്കുള്ളൂ. തിരക്ക് കിട്ടിയുള്ള ഒരു പരിപാടിയില്ല. അങ്ങനെ നമ്മുടെ വണ്ടി കണ്ടു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കടയിൽ കയറി. ഫേമസ് ആയ കടയാണ് വരുന്ന വഴിയിൽ. അപ്പോൾ ചേട്ടൻ കഞ്ഞിയും കപ്പയാണ് വാങ്ങിച്ചത്, ഞാൻ പൊറോട്ടയും കടലക്കറിയും. പിന്നെ ചേട്ടൻ കപ്പ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ പകുതി എനിക്ക് തന്നു. എനിക്ക് കപ്പയും പൊറോട്ടയൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നല്ല ഫുഡായിരുന്നു. സവാള, പിന്നെ കപ്പയ്ക്ക് സ്പെഷ്യൽ ചമ്മന്തി. അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ ശബരിമല വീഡിയോ. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഗായ്സ്. ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കണേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്.